നമ്മൾ കഴിഞ്ഞ വീഡിയോ പങ്കുവെച്ചത് റഷ്യൻ വിസ എടുക്കുന്നതും റഷ്യയിൽ എത്തിയാൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ളതൊക്കെയാണ്. ഈ തവണ ഞാൻ പറയാൻ പോകുന്നത് ഷെങ്കൻ വിസയെ പറ്റിയാണ്. ഷെങ്കൻ വിസ എന്ന് പറയുമ്പം പൊതുവേ യൂട്യൂബ് സെർച്ച് ചെയ്യുമ്പോഴും ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോഴെല്ലാം ഷെങ്കൻ വിസ കിട്ടാൻ വളരെ പാടാണെന്നും അപ്ലൈ ചെയ്തവർക്കെല്ലാം റിജക്റ്റ് ആയിട്ടുള്ളത് ഏത് പ്ലാറ്റ്ഫോം എടുത്ത് നോക്കിയാലും 100-ൽ ഒരു 50% റിജക്ഷനാണ് കാണിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ചിലർ പറയുന്നു ട്രാവൽ ഹിസ്റ്ററിയുടെ പ്രശ്നമാണ്, ചിലർ പറയുന്നു സാലറിയുടെ പ്രശ്നമാണ്, ചിലർ പറയുന്നു ബാങ്ക് ബാലൻസ് കാണിക്കുന്നതുകൊണ്ടാണ്. ഞാൻ ദുബായിൽ നിന്ന് ട്രൈ ചെയ്യുന്ന കാര്യം പറയുന്നത് കേട്ടോ, ഇന്ത്യയിൽ നിന്നിട്ടല്ല. അപ്പം ഞാനിപ്പോൾ ഉള്ളത് ജർമ്മനിയിലാണ്. ഞാൻ ഇന്ന് രാത്രിയിൽ ആംസ്റ്റർഡാമിലേക്ക് പോകും, നെതർലാൻഡ്സിലേക്ക്. അപ്പം ഞാനിപ്പം ലാസ്റ്റ് എടുത്ത വിസ ഇപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു 12-ഓ 13-ാമത്തെ വിസയായി. ജർമ്മൻ, സ്വിറ്റ്സർലാൻഡ്, സ്പെയിന്, പിന്നെ പോർച്ചുഗൽ, പിന്നെ നെതർലാൻഡ്സ്, ഇങ്ങനെയുള്ള കുറേ വിസ ഞാൻ എടുത്തിട്ടുണ്ട്. ഏറ്റവും ടഫ് എന്ന് പറയുന്നത് ജർമ്മനും സ്വിറ്റ്സർലാൻഡും തന്നെയാണ്. ഡോക്യുമെൻറ്റേഷൻ ഒന്നും കറക്റ്റ് അല്ലെന്നുള്ളത്, ചെറിയ എറർ പോലും അവർ റിജക്റ്റ് ചെയ്യും. പിന്നെ നമുക്ക് ദുബായിൽ നിന്ന് വരാനായിട്ട് VFS ത്രൂ എല്ലാം അറിയാലോ, ഷെങ്കൻ വിസ എല്ലാം ചെയ്യുന്നത് VFS ത്രൂ ആണ്. അപ്പം നമ്മുടെ ജോബ് സ്റ്റേബിൾ ആയിരിക്കണം. നമുക്കൊരു 5000-ന് മുകളിൽ, 10,000 25,000 ഒന്നും ഞാൻ പറയുന്നില്ല, 5000-ന് മുകളിൽ, 5000 ദിറംസിന് മുകളിൽ സാലറി ഉണ്ടാകണം. പിന്നെ അതേ കൂട്ട് തന്നെ ട്രാവൽ ഹിസ്റ്ററി അഡ്വാൻറ്റേജ് ആണ്. എപ്പോഴാണ് വരുന്നതെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് അടുത്ത് വിസയില്ലാതെ പോകുന്ന തുർക്കി, അല്ലെങ്കിൽ ജോർജിയ, അസർബൈജാൻ, ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊന്ന് വിസിറ്റ് ചെയ്തിട്ട്, മലേഷ്യ, തായ്ലൻഡ്, ഇങ്ങനെയുള്ള ഏതെങ്കിലും 1-2 രാജ്യങ്ങൾ വിസിറ്റ് ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ അപ്രൂവൽ ചാൻസ് കൂടുതലാണ്. മറ്റേത് പിന്നെ ബാങ്ക് ബാലൻസിനെ പറ്റി എല്ലാവർക്കും ഒരു ഡൗട്ടുണ്ട്. ആദ്യത്തെ വിസ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാൻ അന്നേരം ബഹറിലാണേ, ഫസ്റ്റ് വിസയ്ക്ക്. ഞാൻ അന്ന് ആദ്യമായിട്ട് എടുത്ത വിസ എന്ന് പറഞ്ഞാൽ സ്പെയിനാണ്. സ്പെയിൻ അപ്രൂവൽ ചാൻസ് കൂടുതലാണ് കേട്ടോ. ഷെങ്കൻ കൺട്രീസിൽ സ്പെയിൻ അപ്രൂവൽ ചാൻസ് കൂടുതലാണ്. ഡോക്യുമെൻറ്റേഷൻ കറക്റ്റാണ്, നമുക്ക് സ്റ്റേബിളായിട്ടൊരു ജോബുണ്ട്, കറക്റ്റായിട്ട് സാലറി നമ്മുടെ അക്കൗണ്ടിൽ വരുന്നുണ്ട്. നമ്മൾ 3 മാസത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ അക്കൗണ്ടിനകത്ത് ക്ലിയർ ആയിട്ട് സാലറി വരുന്നുണ്ട്, ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്. ഇതുണ്ടെന്നുണ്ടെങ്കിൽ സ്പെയിൻ അപ്രൂവ് ആക്കും. ജർമ്മനും സ്വിറ്റ്സർലാൻഡും ഒന്നും അങ്ങനെ അപ്രൂവ് ആക്കത്തില്ല കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ Instagram ID വന്നിട്ട് എന്നോട് ചോദിക്കാൻ, ഞാനത് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാം. പിന്നെ ഇതിപ്പം ഡോക്യുമെൻറ്റ് എന്തൊക്കെയാണ് സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ട്രാവൽ ഐറ്റിനറി, പാസ്പോർട്ടിൻ്റെ കോപ്പി, എമിറേറ്റ്സ് ഐഡിയുടെ കോപ്പി, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് 3 മാസം. അതിനകത്ത് ഫിക്സഡ് എമൗണ്ട് ഒന്നും ഇടണ്ട. ഒരിക്കലും അന്നേരം കൊണ്ട് പൈസ ഇട്ടിട്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് നിൽക്കരുത്. ഉള്ളത് മതി. സാലറി 5 രൂപയ്ക്ക് മുകളിലുണ്ടോ, 5000 ദിറംസിന് മുകളിലുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. പിന്നെ ഒരു ഡൗട്ടുള്ളത് ഡെമ്മി ടിക്കറ്റ് മതി. ഐറ്റിനറി ഡീറ്റെയിൽ ഫുള്ള് വേണം. നെയിം, പാസ്പോർട്ട് നമ്പർ, ടൈം. നമ്മൾ ഐറ്റിനറിക്കകത്ത് കൊടുക്കുന്ന അതേ ഡീറ്റെയിൽ തന്നെ നമ്മുടെ ഡെമ്മി ടിക്കറ്റിനകത്തും വേണം. പിന്നെ ഹോട്ടൽ ബുക്കിങ്ങും, അത് booking.com കയറിയിട്ട് ഫുള്ളി റീഫണ്ടഡോ അല്ലെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ക്യാൻസൽ